ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സ്പൈഡർമാൻ കേക്കിൻ്റെ ഡെക്കറേഷനുമായിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ അന്നുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഇൻസിഡൻറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ കേക്ക് ഫുള്ള് കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 8 ഇഞ്ച് പാനിലാണ്. നമ്മൾ എടുത്തിട്ടുള്ള ബേസ് 10 ഇഞ്ച് ബേസാണ് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഈ ഒരു കേക്കിൽ പറയാൻ എന്താണെന്ന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കേക്ക് ഓർഡർ എനിക്ക് തരുന്നത് എനിക്ക് സ്ഥിരം ഓർഡർ തരുന്ന ഒരു ചേച്ചിയാണ്, എൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. പക്ഷേ ആൾക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു എനിക്ക് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ എൻ്റെ സ്ഥിരം കസ്റ്റമറും കൂടിയാണ്, പിന്നെ ഞങ്ങളുടെ ഒരു റിലേറ്റീവും കൂടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതെനിക്ക് വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് നാൾക്ക് മുന്നേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ഡെക്കറേഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് എനിക്ക് കസ്റ്റമറിനെ ഡയറക്റ്റ് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ചേച്ചി വഴിയാണ് എനിക്ക് ഫ്ലേവർ ആയാലും ഡിസൈൻ ആയാലും എല്ലാ കാര്യങ്ങളും ഈ ഒരു ചേച്ചിയാണ് ഞാനുമായിട്ട് കോൺടാക്റ്റ് ഉള്ളത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് 1 kg വാനില കേക്കും ഈ ഒരു ഡെക്കറേഷനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വാനില ഫ്ലേവർ ഞാൻ കൊടുക്കുന്നത് 500 റുപ്പീസിനാണ്. അപ്പോൾ 1 kg പ്രൈസ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ടോപ്പിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും പിന്നെ ലേസർ പ്രിൻ്റൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ നോർമലി കസ്റ്റമറിൻ്റെ മേടിക്കാറുള്ളത് 200 ആണ് വാങ്ങിക്കാറുള്ളത്. പക്ഷേ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഞാൻ 100 ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടലി 600 ആണ് ഈ ഒരു കേക്കിന് ഞാൻ പേയ്മെൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് സഹിതം ഈ ഒരു ചേച്ചി തന്നെയാണ് എനിക്ക് തരുന്നത്. പക്ഷേ പേയ്മെൻറ്റ് ഓൾറെഡി എനിക്ക് അക്കൗണ്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കൊക്കെ കൊടുത്തു. കേക്ക് ആ ചേച്ചി വീട്ടിൽ വന്ന് എടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ സമയത്ത് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് മറന്നുപോയി. തിരിച്ച് ഞാൻ വീട്ടിലൊക്കെ പോയി മോളെ എടുത്തിട്ട് വരുന്ന വഴിക്ക് ഫോൺ കെയർ എടുക്കാമെന്ന് വിചാരിച്ച് ഫോൺ എടുത്ത സമയത്ത് 10-20 മിസ് കോൾ എൻ്റെ ഫോണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചീൻ്റെ കോളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, കസ്റ്റമർ ആ ചേച്ചിയിട്ട് പറഞ്ഞു, ഇത് 1 kg ഉണ്ടോ കേക്ക്, പിന്നെ ഇതിനാണോ 600 രൂപ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ചേച്ചിയെടുത്ത് ഇങ്ങനെ സംസാരിച്ചെന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ ഒരു കസ്റ്റമറിനെ അവിടെ വിളിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യവും ഒക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ അവരുടെ ഹസ്ബൻഡിനെയാണ് കിട്ടിയത്. അപ്പം ഞാൻ പുള്ളിക്കാരനോട് കാര്യം പറഞ്ഞു ഒക്കെ പറഞ്ഞു വെച്ചു. വീണ്ടും ആ ചേച്ചിയെ വിളിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു, കുഴപ്പമില്ലടി, ആ ഒരു കൊച്ച് വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ വെച്ച് ക്ലോസ് ആയി. എന്നാലും ഞാനത് ഇപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ചുരുക്കം ചില ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അവരുടെ മനസ്സിൽ അവർ വിചാരിക്കും നമ്മൾ ഹോം ബേക്കേഴ്സ് 1 kg പറയുമ്പോൾ ചിലപ്പോൾ അതിൽ താത്തിട്ടായിരിക്കും കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ചുരുക്കം ചില ആൾക്കാരുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. നമ്മളിപ്പോൾ നിങ്ങൾ ഓർഡർ തരുന്നത് 1 kg ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്നത് 1 ആവാം, 300 ആവാം, 400 വരെ കൊടുത്തിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞ് നമ്മൾ ആരെ കയ്യിൽ നിന്നും എക്സ്ട്രാ പേയ്മെൻറ്റ് ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. ഞാനെന്നല്ല, എനിക്ക് തോന്നി എന്നെ ചുറ്റപ്പെട്ട് കിടക്കുന്ന എനിക്കറിയാവുന്ന ഹോം ബേക്കേഴ്സ് ആരും തന്നെ എക്സ്ട്രാ വാങ്ങിക്കില്ല. നമ്മൾ 1 kg കേക്ക് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 kg കൂടുതലുണ്ടെങ്കിലും നമ്മൾ ആ ഒരു 1 kgൻ്റെ പ്രൈസ് തന്നെയാണ് വാങ്ങുന്നത്. ഈ ഒരു കസ്റ്റമർ അങ്ങനെ പറഞ്ഞപ്പോൾ തമാശയ്ക്കാണ് പറഞ്ഞതെന്ന് പറയുന്നത്. പക്ഷേ എന്നാലും നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ആ ചേച്ചി ഓൾറെഡി നമുക്ക് കസ്റ്റമറിനെ ഡയറക്റ്റ് അറിയത്തില്ല. അപ്പോൾ വേറൊരാൾ മുഖേന നമുക്ക് ആ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യാം, എനിക്ക് പേയ്മെൻറ്റ് അയച്ചത് ഗൂഗിൾ പേയിലല്ലേ അയച്ചത്, ചേച്ചി അവർക്ക് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയച്ചോണ്ട് ഇല്ലടിയെ കുഴപ്പമില്ല, ഞാനതൊക്കെ കാണിച്ചു. അപ്പോൾ തമാശയ്ക്ക് അവർ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ തമാശയ്ക്ക് പറഞ്ഞാലും അല്ലാതെ പറഞ്ഞാലും ഒരിക്കലും ഒരു ഹോം വർക്കേഴ്സും ഒരിക്കലും നിങ്ങൾ 1 kg പറഞ്ഞാൽ അല്ലെങ്കിൽ 2 kg പറഞ്ഞാലും
കിലോയിൽ ഒരിക്കലും കുറച്ചിട്ട് തരത്തില്ല. എപ്പോഴും അവർ എക്സ്ട്രാ മാത്രമേ തരത്തുള്ളൂ. അത് ഷോപ്പിൽ നിന്നാണെങ്കിൽ നിങ്ങൾ 1 kg അവർക്ക് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കേക്ക് ഫൈനൽ ഡെക്കറേഷൻ സഹിതം നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷോപ്പുകാർ ലാസ്റ്റ് ഒന്നും കൂടി വെയിറ്റ് നോക്കും. വെയിറ്റ് നോക്കിയിട്ട് അതിലൊരു 50 ആയിട്ടെ അല്ലെങ്കിൽ 100 ആയിക്കോട്ടെ, എത്രയായാലും അതിനുള്ള പേയ്മെൻറ്റ് വരെ അവർ ലാസ്റ്റ് വാങ്ങിക്കും. കാരണം ഞങ്ങൾക്ക് അറിയാവുന്ന ഷോപ്പുകളിലെല്ലാം അങ്ങനെയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരിക്കലും ഹോം ബേക്കേഴ്സുകാർ ഇങ്ങനെ വെയിറ്റ് കുറച്ചിട്ട് കൊടുക്കും എന്നുള്ളൊരു ധാരണ തെറ്റായൊരു ധാരണയാണ് കേട്ടോ. അങ്ങനെ ആരും വിചാരിക്കേണ്ട. അപ്പോൾ ഈ ഒരു കേക്ക് അന്ന് ഞാൻ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 100 സംതിങ് ആണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് കേട്ടോ. കാരണം നമ്മൾ 8 ഇഞ്ച് പാനിലാണ് ചെയ്യുന്നത്. ലെയറിൽ നമ്മൾ ചെറീസാണ് കൊടുക്കാറുള്ളത്. ഞാൻ കൊടുക്കുമ്പോൾ ചെറീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് ചോക്കോ ചിപ്സ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലും കഴിക്കുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ കൊടുക്കാറുണ്ട്. നമ്മൾ വൈറ്റ് ബ്ലാക്ക് തന്നെ ചെയ്യുമ്പോഴത്തേനും ആ ഒരു കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട് 200 250 വരാറുണ്ട് കേട്ടോ. അപ്പോൾ വാനില കേക്ക് കൊടുക്കുന്ന സമയത്ത് 100 150 ആ ഒരു ഇതിലാണ് നമുക്ക് വെയിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് ഇതേപോലെ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഹോം ബേക്കേഴ്സ് വെയിറ്റ് കുറച്ചിട്ട് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ടും വേണ്ട കേട്ടോ. അവരൊരിക്കലും അങ്ങനെ കൊടുക്കില്ല. അവരെപ്പോഴും കുറച്ച് കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതായിരുന്നു അന്ന് ഞാൻ 600 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡെക്കറേഷൻ കേട്ടോ. ടോപ്പിൽ റെഡ് കളറിൽ ചോക്ലേറ്റ് ഗനാഷ്, നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ട് അതിൽ റെഡ് കളർ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പേര് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് തന്നെ ബേസിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ലാസ്റ്റ് പിൻ ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.